ആദ്യത്തെ എൻ്റെ ഒപ്പം എണീറ്റിട്ടുണ്ട്. എൻ്റെ പൊന്നു സൺറൈസ് ആവണുള്ളൂ. ഇപ്പൊ ടൈം 5:15 കറക്റ്റ്. ഇതാണ് ഇപ്പം നമ്മുടെ ഡീടോക്സ് ഡ്രിങ്ക്. കറുകപ്പട്ടിയും ജീരകം കൂടിയിട്ട് തിളപ്പിച്ച രാവിലെ തന്നെ പാല് തരാൻ പറഞ്ഞിട്ടുള്ള കംപ്ലൈന്റ് ആയിട്ടാട്ടോ വന്നേക്കണത്. അയ്യോ പാലിപ്പ് തരാട്ടാ. ചൂടാറട്ടേട്ടാ പൊന്ന. അയ്യോ ഇന്നത്തേക്കുള്ള വെള്ളം ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 2500-നേക്കാട്ടും കുറച്ചും കൂടി കൂടുതലുണ്ട്. പക്ഷെ ഇത് ഞാൻ കുടിച്ച് തീർക്കും. അങ്ങനെ നമ്മുടെ ആദ്യം ഹിച്ചും പാല് കുടിച്ചിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ഇന്ന് തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് 30 days ഓഫ് ചലഞ്ച് എന്ന് പറയാൻ പറ്റില്ല. ഇത്തിരി ക്രൂഷ്യലാണ് എനിക്ക് എന്നുള്ളത്. കാരണം എരി കഴിച്ച് കഴിയുമ്പോൾ മധുരം കഴിക്കാൻ തോന്നും. സ്വീറ്റ്സ് അല്ലെങ്കിൽ ചോക്ലേറ്റ്സ് അതിനോടൊക്കെ ഞാൻ ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര അഡിക്റ്റഡ് ആണ്. ഡെലിവറിയുടെ 2 മാസം മുന്നേ തൊട്ടേ എൻ്റെ സ്കിന്നിൽ ഭയങ്കര ഇഷ്യൂസ് വന്നു തുടങ്ങിയായിരുന്നു. ഡാർക്കൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം നല്ല രീതിയിൽ കുറഞ്ഞു. പിമ്പിൾസൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞു. എൻ്റെ ലിപ്പിൻ്റെ മുകളിലുണ്ടായിരുന്ന കുറേ പിമ്പിൾസ്, ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഓൾമോസ്റ്റ് കുറഞ്ഞു വരുന്നുണ്ട്. സോ ഒരു 30 days എന്ന് പറയണത് ശരിക്കും അതൊരു റൂട്ടീനിലേക്ക് വരാനായിട്ട് വേണ്ടി മാത്രമുള്ളൊരു ടൈം പീരീഡാണ്. ഫസ്റ്റ് ഡേ ഓഫ് മൈ കണ്ടിന്യൂസ് വ്ലോഗ്, 30 days ഓഫ് വ്ലോഗ് എന്ന് പറയാം. എല്ലാവർക്കും വെൽക്കം. നമ്മുടെ മോർണിംഗ് ഡ്രിങ്ക്. ഇത് കുടിക്കാൻ വലിയ ടാസ്ക് ഒന്നുമില്ല. നോർമൽ വാട്ടർ പോലെ തന്നെ കുടിക്കാൻ. അതിന്റെ പേരെന്തുട്ടാ? അപ്പൊ നമുക്ക് കുറച്ച് എക്സസൈസസ് ചെയ്യാം. നമ്മുടെ യൂട്യൂബ് നോക്കിയിട്ട് സെക്കൻഡ് ടൈം പാല് കൊടുത്ത് ഉറക്കി. ഇപ്പോൾ എനിക്ക് നന്നായിട്ട് വിശന്നിട്ട് വയ്യ. ഇപ്പോൾ ഒരു 9:30 ആയിട്ടുള്ളൂ. ഇപ്പൊ തന്നെ അത്യാവശ്യം പകുതി ആയിട്ടുണ്ട്. വെള്ളം കുടിച്ചിട്ട് വിശപ്പുണ്ട്. അതിൻ്റെ കൂടെ വെള്ളം കുടിക്കുക. അപ്പോൾ നന്നായിട്ട് ഹൈഡ്രേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാനത് ഓരോന്ന് ഇട്ടിട്ട് അതെന്താ ചെയ്യണേന്നുള്ളതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനോ ഒന്നിനുമില്ല. അത് ഭയങ്കര ബോറിംഗ് ആയിരിക്കും എന്നുള്ളത് എനിക്കറിയാം. അപ്പം അങ്ങനെ ഫേസ് വാഷ് ചെയ്ത് വന്നു. സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യണേക്കാട്ട് മുന്നേ ഇപ്പോഴത്തെ എൻ്റെ സ്കിന്ന് ഞാൻ കാണിച്ചു തരാം. നെറ്റിയും അധികമല്ല, ബട്ട് 2 സൈഡും കവളത്ത് നല്ല രീതിയിലുണ്ട്. അപ്പർ ലിപ്സും അവിടെയുണ്ട്. ഞാൻ ആദ്യം കുറേ സ്കിൻ കെയർ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ സ്കിൻ കെയറിന്റെ സ്റ്റെപ്സ് ഒക്കെ കുറച്ച് കട്ട് ഓഫ് ആക്കി ആകെ കൂടി 3 പ്രൊഡക്ട്സ് ആണ് ഞാൻ യൂസ് ചെയ്യണത്. ഫസ്റ്റ്ലി ഞാൻ അപ്ലൈ ചെയ്യണത് ഫാം സ്റ്റേയുടെ കാലൻഡുല റിലീഫ് സിറം ആണ്. പിന്നെ ഒരു മോയ്സ്ചറൈസർ ക്രീം. അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ സൺസ്ക്രീൻ. ഞാൻ നാട്ടിൽ നിന്ന് വരുന്നതിന് മുന്നേ സ്കിൻ ക്ലിനിക്കിലൊക്കെ കാണിച്ചിട്ടാണ് വന്നത്. എന്നെ അവിടെ കൺസൾട്ട് ചെയ്ത ഡോക്ടർ പറഞ്ഞത് എത്രത്തോളം സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നല്ലതാണ് സ്കിന്നിന്. ഞാനിവിടെ സൺസ്ക്രീൻ യൂസ് ചെയ്യണത് ലറോഷ്യയുടെ ആണ്. ഇപ്പൊ 2 weeks ആയിട്ടാണ് ഞാൻ സൺസ്ക്രീൻസ് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. പക്ഷെ അതിന്റെ ബെനിഫിറ്റ്സ് എന്റെ സ്കിന്നിൽ നല്ല രീതിയിൽ കാണാനുണ്ട്. അതുകൊണ്ട് മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ്റെ ഒപ്പം സൺസ്ക്രീൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ യൂസ് ചെയ്യണത് എങ്ങടെയെങ്കിലും പുറത്തേക്ക് പോകുമ്പോഴാണ്. പുറത്തേക്ക് പോകുമ്പോൾ പിന്നെ പറയണ്ട, ഡെഫിനറ്റ്ലി ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടേ ഇറങ്ങാറുള്ളൂ. ലാസ്റ്റ്ലി ഞാൻ ലിപ് കെയർ ആയിട്ട് യൂസ് ചെയ്യണതാണ് വാസ്ലിൻ. ഈ വാസ്ലിൻ ലിപ് ബാമും നല്ല രീതിയിൽ മോയ്സ്ചറൈസ് ചെയ്യും നമ്മുടെ ലിപ്സിന്. അപ്പൊ നമ്മുടെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞ് ഇതാണ് ലാസ്റ്റ് ലുക്ക്. ഇപ്പൊ തന്നെ 11 o'clock ആയിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിനുള്ള ടൈം ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പോണത് സ്ക്രാമ്പിൾഡ് എഗ്, ബ്രെഡ്, അവക്കാഡോ. ബേബീസ് എണീക്കണേക്കാട്ടും മുന്നേ സ്പീഡിൽ കുക്ക് ചെയ്തിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് സെലക്ട് ചെയ്തത്. ഒരു പകുതി അവക്കാഡോ പോക്ക് വെച്ചിട്ട് ഞാൻ മാഷ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ബ്രെഡ്. ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. ഒരു സ്ലൈസ് ഓഫ് ബ്രെഡ്, അവക്കാഡോ, സ്ക്രാമ്പിൾഡ് എഗ്, ഇത്രയേ ഉള്ളൂ.
നമ്മൾ ബേബീസിന് സ്ട്രോബെറീസ് ഒന്ന് ട്രൈ ചെയ്തതാട്ടോ. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. ഹെച്ചുന് ഇഷ്ടമായി, ആദ്യം ഇഷ്ടപ്പെട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് ഫുഡ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണത് കേട്ടോ. പക്ഷെ രണ്ടുപേരും കുഴപ്പമില്ലാതൊക്കെ കഴിച്ചു. എനിക്ക് പുളിയോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തില്. അതുപോലെ തന്നെ ഹെച്ചുമയും, അവൾക്ക് ഇങ്ങനെ പുളിയുള്ള സാധനങ്ങളെല്ലാതും ഇഷ്ടമാണ്. പക്ഷെ മിജുവിന് പുളിയുള്ള സാധനങ്ങൾ അങ്ങനെയൊന്നും ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലല്ല. സെയിം തന്നെ, ആദ്യട്ടനും പുളിയുള്ളത് എടുത്തപ്പോ അങ്ങനെ കഴിക്കാൻ നിന്നില്ല. അപ്പൊ അതേ നമുക്ക് ഉച്ചക്ക് വെജീസ്, ഇതിൽ ഹാഫ് വെജീസ് ആണ്. പ്രോട്ടീന് വേണ്ടിയിട്ട് എഗ് ഉണ്ട്. ഇത് മണിമോള് വെച്ചതാട്ടാ. അപ്പം നമുക്ക് ലഞ്ച് കഴിച്ചിട്ട് കാണാം. നമ്മുടെ ബേബീസിന് സ്ട്രോബെറീസ് കൊടുത്തിട്ട് ഇരുത്തിയിട്ടുണ്ട്. എന്താക്കോ എന്തോ. ഹായ്, കഴിക്കുന്നുണ്ട്. ഹായ്. അപ്പം നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കാണാം. ഫുള്ളി ടയേർഡാണ് ഇന്നത്തെ ദിവസം. അത്യാവശ്യം നല്ല രീതിയിൽ പോയി. ഇപ്പോൾ വിശപ്പില്ല, പക്ഷേ ടയേർഡ്നെസ് ആണ് കൂടുതൽ. നമുക്ക് ഇന്ന് ഓവർനൈറ്റ് ഓട്സ് ഇടാം, നാളത്തേക്കുള്ളത്. നാളെ ബ്രേക്ക്ഫാസ്റ്റിനപ്പോൾ ഓവർനൈറ്റ് ഓട്സ് ആണ്. പിന്നെ നാളത്തേക്ക് കഴിക്കാനുള്ള വാട്ടർമെലൻ വാങ്ങിച്ചിട്ടുണ്ട് ഓൾറെഡി. ഇത് കുറച്ച് ഒരു 4 ആൽമണ്ട്സും പിസ്താച്ചു, ഒരു ഡേറ്റ്സ്, പിന്നെ കുറച്ച് സൺഫ്ലവർ സീഡ്. അത് മെയിൻ ടൈമിൽ കഴിക്കാനായിട്ട്. കുറച്ച് ഓട്സ് ഉണ്ട്, ക്രാൻബെറീസ് ഉണ്ട്, പിന്നെ കുറച്ച് സീഡ്സ് ഉണ്ട്, പംകിൻ സീഡ്, സൺഫ്ലവർ സീഡ്, പിന്നെ റേസിൻസ് ഉള്ളത്, പിന്നെ ചിയ സീഡ് അതുണ്ട്. 2 സ്പൂൺ, അത് ഒരെണ്ണം. പിന്നെ കുറച്ച് ക്രാൻബെറീസ്, ലൈറ്റിങ് ശരിയല്ല ഇവിടുത്തെ. പിന്നെ സീഡ്, ഫ്രൂട്ട് ആൻഡ് സീഡ് മിക്സ് ആണ്, അതും ഒരു കുറച്ച് നമ്മുടെ ഇഷ്ടത്തിന്. പിന്നെ ഡേറ്റ്സ്, അത് ഞാൻ ഇങ്ങനെ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഇടാറുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇതാണ് എൻ്റെ ഓവർനൈറ്റ് ഓട്സ്. അപ്പോൾ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇത് ജസ്റ്റ് ക്ലോസ് ചെയ്യുക, അതിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കുക, ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കുക. അപ്പോൾ നാളെ രാവിലെ എപ്പോഴാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് കഴിക്കാൻ പറ്റും. ഇതൊക്കെ കഴിഞ്ഞു. ഇന്നത്തെ ദിവസം ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തീർക്കാൻ പറ്റി. ജിമ്മിനും കൂടി പോയി വന്നപ്പോൾ അത്യാവശ്യം ടയർഡാണ് ഇന്നത്തെ ദിവസം. ഇനി നൈറ്റിലെ സ്കിൻ കെയർ റൂട്ടീൻ ഞാൻ കാണിച്ചു തരാം. ഇത് മെഡിക്യൂബിന്റെ കൊളാജൻ സിറം ആംപ്യൂൾസ് ആണ്. ഇതും ഞാൻ 1 വീക്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. നൈറ്റ് റൂട്ടീൻ ആയിട്ട് ഞാൻ ഇത് മാത്രമാണ് ചെയ്യണത്. പിന്നെ ലിപ് ബാം ആയിട്ട് വാസ്ലിന് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡേ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനി നാളെ കാണാം. See you then.